അതുകൊണ്ടാണ് അതിന് നിർവികാരം എന്ന് പറയുന്നത്. അതിന് വികാരം സംഭവിക്കുന്നില്ല, അത് ഏകരൂപത്തിലിരിക്കുന്നു എന്ന് വിജ്ഞാനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിജ്ഞാനത്തെ വിജ്ഞാനവൃത്തികളല്ല, വിജ്ഞാനഘനമാണ് എന്നറിയുന്നതാണ് വിജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധം. അത് വിജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധം. വിജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധം എന്ന് പറയുമ്പോൾ അവിടെ അത് വിജ്ഞാനത്തിന്റെ വികാരമാകുന്നു. വിജ്ഞാനത്തെക്കുറിച്ചുള്ള ശരിയായ ബോധം, വിജ്ഞാനം ഘനമാണ്, അതിൽ ജാത്യന്തരങ്ങളില്ല എന്നുള്ള ഈ ബോധം, ഈ അറിവ്, ഇത് മറ്ററിവുകളിൽ നിന്നും വ്യത്യസ്തമാണ്. മറ്ററിവുകളെല്ലാം എന്ത് ചെയ്യുന്നു? വിജ്ഞാനത്തിൽ ഭേദത്തെ സൃഷ്ടിക്കുന്നു, വിജ്ഞാനത്തിൽ ജാത്യന്തരങ്ങളെ സൃഷ്ടിക്കുന്നു. ഈ അറിവ് എന്ത് ചെയ്യുന്നു? വിജ്ഞാനം ഘനമാണെന്നുള്ള അറിവ് അത്തരത്തിലുള്ള ജാത്യന്തരങ്ങളെ നിഷേധിക്കുന്നു. അതുകൊണ്ട് പറയുന്നത് ജാത്യന്തരം എന്ന അന്തരാളെ വിദ്യത. എന്നാലും വിജ്ഞാനത്തെ അറിഞ്ഞതുകൊണ്ട് അത് വിജ്ഞാനത്തെ സംബന്ധിച്ചുള്ള അറിവ് അതൊരു മറ്റൊരു ജാതി ആകത്തില്ലേ? അങ്ങനെ ആകത്തില്ല. അതിനാണ് ഉദാഹരണം പറഞ്ഞെന്താണോ, സൂര്യനിൽ നിന്ന് പ്രകാശം ഉണ്ടായി എന്ന് പറഞ്ഞു. പ്രകാശം സൂര്യനിൽ നിന്ന് അന്യമാകുന്നില്ല. അന്യമാക്കുന്ന എന്താണ്? ഈ കണ്ണും ഈ കാഴ്ചയും കാണുന്ന ഉപകരണങ്ങളും മറ്റുമാണ് ഇതിനെ അന്യമാക്കുന്നത്. പക്ഷെ അത് അന്യമാകുന്നില്ല. അതുകൊണ്ട് വിജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധം വിജ്ഞാനത്തിൽ നിന്ന് അന്യമാകുന്നില്ല. അതുകൊണ്ട് പറയുന്നു ആ ബോധം വിജ്ഞാനത്തോട് അഭേദമായി പ്രകാശിക്കുന്നു. അവിജ്ഞാനത്തെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ, ആവരണങ്ങളെല്ലാം മാറിയ ഒരുവനെ സംബന്ധിച്ച് ആ വിജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധം വിജ്ഞാനത്തിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ആത്മബോധം അത് ആത്മാവിൽ നിന്ന് അന്യമല്ല. ഇനി പറയും ആത്മാസാക്ഷാത്കാരം, ആത്മാനുഭൂതി, ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവ് എന്നെല്ലാം പറയുന്ന ആത്മാവിൽ നിന്ന് അന്യമല്ല, അത് ആത്മാവ് തന്നെയാണ്. അവിടെ പറയും അത് അഭേദമായി പ്രകാശിക്കുന്നു എന്നെല്ലാം പറയും. എന്തുകൊണ്ട്? അത് ആത്മാവിന്റെ സ്വഭാവമാണ്. എങ്ങനെയാണ്? ഒരഗ്നിയിൽ ധാരാളം നാളങ്ങളുണ്ടാകും. അത് ജ്വലിക്കുമ്പോൾ എന്താ? അവയെല്ലാം അഗ്നിയിൽ നിന്ന് അന്യമാകും. പലതരത്തിലത് പ്രകാശിച്ചെന്നിരിക്കും, പക്ഷെ ഒരിക്കലും അത് അഗ്നിയിൽ നിന്ന് അന്യമാകുന്നില്ല. അത് അഗ്നി തന്നെയാണ്. അത് അഗ്നിയുടെ നാളം എന്ന് വ്യവഹരിക്കുന്നിടത്താണ് ഭ്രാന്തി പറയുന്നു. രാമന്റെ പശു എന്ന് പറയുമ്പോൾ രാമൻ വേറെ പശു വേറെ. രാമൻ ആ പശുവിന്റെ ഉടമസ്ഥനാണ്. പശു രാമന്റെ സ്വത്താണ്. അവിടെ ഭേദമുണ്ട്. അതുപോലെയാണോ അഗ്നിയുടെ നാളം എന്ന് പറയുന്നിടത്ത്? അഗ്നിയുടെ സ്വത്താണോ നാളം? അഗ്നി ആ നാളത്തിന് ഉടയനാണ്? അല്ല. അങ്ങനെ ഒരു ഭേദം അവിടെ ഉണ്ടോ? ഇല്ല. അത് അഗ്നിയെ തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ട്? അഗ്നി പ്രകാശഘനമാണ്, അഗ്നിഘനമാണ്. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊന്നിനും അവിടെ ഇടയില്ല. അതുകൊണ്ട് നാളം എന്ന് പറയുന്നിടത്ത് ആണ് ഈ ഭ്രമം വരുന്നത്. എന്തോ അത് അഗ്നിയിൽ നിന്ന് അന്യമായ വസ്തു നമ്മൾ അഗ്നിയോട് ചേർത്ത് പറയുന്നു എന്ന് തോന്നുന്നു. സംബന്ധാർത്ഥത്തെ നമ്മളവിടെ കൽപ്പിക്കുകയാണ്. വാസ്തവത്തിൽ അത് അഗ്നി മാത്രമാണ്, കേവലമായ അഗ്നിയാണ് അഗ്നിയുടെ നാളം എന്ന് പറയുന്നത്. അതുപോലെ ആത്മപ്രകാശം, ആത്മബോധം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആത്മാവ് തന്നെയാണ്. ആത്മബോധം കൊണ്ട് ആത്മാവിൽ ദ്വൈതം വരുന്നില്ല. ആത്മബോധം കൊണ്ട് ഇവിടെ പറയുന്ന വിജ്ഞാനഘനം എന്ന് പറയുന്ന അതിന് വിരോധം വരുന്നില്ല, ദോഷം വരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ജാത്യന്തരം, അന്യജാത്യന്തരം. ഇവിടെ ജാത്യന്തരമായി മറ്റൊന്ന് ഇതിനകത്ത് കടന്നിട്ടില്ല. അന്തരാളെ വിദ്യതേ. അതുകൊണ്ടിത് സുവർണഘനം, പ്രജ്ഞാനഘനമാണ്.